ഹായ് എവരി വൺ. ഇന്നത്തെ ലഞ്ച് അലങ്കാരം എന്നായിരുന്നു. നമ്മുടെ നടക്കാവിലുള്ള നല്ല ഫുഡാണ്. അപ്പോൾ ഉച്ചയ്ക്ക് കയറി വന്ന സമയത്ത് നല്ല വിശപ്പാണ്. കുറച്ച് ടൈം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ്. ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് എല്ലാവരും. അപ്പോൾ ഹോട്ടൽ കയറുന്ന പലപ്പോഴും 2026 ഒരുപാട് റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടുതൽ ഞാൻ ഒഴിവാക്കണം എന്ന് വിചാരിച്ച പല ഭക്ഷണങ്ങളൊന്ന് ബിരിയാണിയും അതേപോലെ മന്തിയൊക്കെ ഒഴിവാക്കണം. 2026 ഇനി ആരോഗ്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ച സമയത്താണ്. എന്താണെന്നറിയില്ല, ഹോട്ടലിൽ കയറി ചെന്നാൽ ആദ്യം മനസ്സിൽ വരിക ബിരിയാണി. അത് നമ്മൾ കോഴിക്കോടൻ ബിരിയാണിയും കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് കോഴിക്കോട് ഇഷ്ടപ്പെട്ട ബിരിയാണി സെൻറ്റർ ഏതാണെന്നൊന്ന് പറയണം. ഏത് ഹോട്ടലാണെന്നും പറയട്ടോ. പിന്നെ 2026 നമ്മൾ ഒരുപാട് റെസൊല്യൂഷൻ എടുത്തിട്ടുണ്ടാവും. നിങ്ങളെടുത്തിരിക്കുന്ന റെസൊല്യൂഷൻ ഏതാണെന്നും കൂടി ഒന്ന് പറയൂ. ഫുഡ് കൺട്രോളിലാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ്? നല്ല ആരോഗ്യം നിലനിർത്തലാണോ, അല്ല നല്ല ഭക്ഷണം കഴിക്കലാണോ? നല്ല ഭക്ഷണം കഴിക്കണം, പക്ഷേ നമ്മൾ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊക്കെ 82 കിലോ ആയി. ഇനി 2026 നല്ല ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റിലോട്ട് എത്രയാണ് എൻ്റെ ഒരു ടാർഗറ്റ്. പക്ഷേ ബിരിയാണി എങ്ങനെ ഒഴിവാക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ബിരിയാണി നമ്മുടെ ഫേവറേറ്റായി പോയല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി സെൻറ്റർ പറയട്ടോ. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ബിരിയാണി ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യൂ. നല്ല ബിരിയാണി ആട്ടോ, ഒരു രക്ഷയില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അവിടുത്തെ ബിരിയാണി. അലങ്കാർ നടക്കാവിൽ കണ്ടില്ലേ, എല്ലാവരുടെ പ്ലേറ്റും എംപ്റ്റി ചെയ്ത് കണ്ടില്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒന്നും ബാക്കിയില്ല. പിന്നെ ബിരിയാണി കഴിച്ചാൽ പിന്നെ ഒരു നല്ല ചൂടുള്ള ലെമൺ ടീ, അതും കൂടി ആകുമ്പോൾ ലാവിഷ്. എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും, നിങ്ങൾക്ക് ഇഷ്ടമാണോ ബിരിയാണിയുടെ കൂടെ